നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് at 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ കടാതിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ചു. ബുധനാഴ്ച രാത്രി 11:30ഓടെയാണ് അപകടം. കടാതി സ്വദേശി അഗസ്റ്റിൻ ജോസഫിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കടാതി ഷാപ്പുംപടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി. ബുധനാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ വീടിന്റെ കോൺക്രീറ്റ് മതിൽ പൂർണ്ണമായും തകർന്നു. വെളിച്ചെണ്ണ വിലയിൽ സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കുതിപ്പ്. ഓണക്കാലം അടുത്തതോടെ വെളിച്ചെണ്ണ വില വർദ്ധിക്കുന്നു. വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയിൽ വ്യാപാരികൾ. കൂത്താട്ടുകുളം കിഴകൊമ്പിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. വ്യാഴാഴ്ച പുലർച്ചെ 4ഓടെയുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പായിപ്ര കൈനിക്കര കാവുക്ഷേത്രത്തിന്റെ വഴിയിലും പരിസരത്തും കുന്നുകൂടി മാലിന്യം. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളും പ്രദേശവാസികളും മൂക്ക് പൊത്തിപ്പിടിച്ച് കടന്നു പോകേണ്ട അവസ്ഥ. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ കടാതിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ചു കയറി അപകടം. ബുധനാഴ്ച രാത്രി 11:30ഓടെ ഉണ്ടായ അപകടത്തിൽ കടാതി സ്വദേശി അഗസ്റ്റിൻ ജോസഫിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ കടാതി ക്ലബ് ഷവായ റെസ്റ്റോറന്റിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. ബുധനാഴ്ച രാത്രി 11:30ഓടെ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോലഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ റെസ്റ്റോറന്റിന് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ പിൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികനായ കടാതി സ്വദേശി അഗസ്റ്റിൻ ജോസഫിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ അഗസ്റ്റിനെ നാട്ടുകാരും പോലീസും ചേർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കടാതി ഷാപ്പുംപടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി അപകടം. ബുധനാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ വീടിന്റെ കോൺക്രീറ്റ് മതിൽ പൂർണ്ണമായും തകർന്നു. മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ കടാതി ഷാപ്പുംപടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി അപകടം. ബുധനാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ വീടിന്റെ കോൺക്രീറ്റ് മതിൽ പൂർണ്ണമായും തകർന്നു. കടാതി സ്വദേശി രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ മതിലാണ് തകർന്നത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോലഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ കാറിന്റെ ഭാഗങ്ങൾ മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. വെളിച്ചെണ്ണ വിലയിൽ സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കുതിപ്പ്. ഓണക്കാലം അടുത്തതോടെ വെളിച്ചെണ്ണ വില വർദ്ധിക്കുന്നത് വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയിൽ വ്യാപാരികൾ. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വെളിച്ചെണ്ണ വിലയിൽ വീണ്ടും കുതിപ്പ്. കഴിഞ്ഞയാഴ്ച അവസാനം 260 മുതൽ 278 രൂപ വരെയായിരുന്ന വെളിച്ചെണ്ണ വില തിങ്കളാഴ്ചയോടെ 300 രൂപ കടക്കുകയായിരുന്നു. നിലവിൽ മൊത്ത വ്യാപാര വില കിലോയ്ക്ക് 293 രൂപയോളമാണെങ്കിലും ചില്ലറ വിൽപ്പനശാലകളിൽ 10 രൂപ വരെ അധികം ഈടാക്കി 310 മുതൽ 340 രൂപ വരെ നിരക്കിലാണ് സ്വകാര്യ ബ്രാൻഡുകൾ വിൽക്കുന്നത്. തുടർച്ചയായി പെയ്യുന്ന മഴ മൂലം കൊപ്ര ഉണക്കിയെടുക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ടും തേങ്ങയുടെ വില വർദ്ധിച്ചതുമാണ് വിപണിയിലെ ഈ മാറ്റത്തിന് പ്രധാന കാരണം. തൊണ്ടു നീക്കിയ തേങ്ങയുടെ വില കിലോയ്ക്ക് 45 രൂപയിൽ നിന്ന് 75 രൂപയായും കൊപ്ര വില 160 രൂപ കടന്നും ഉയർന്നതാണ് വെളിച്ചെണ്ണ വിലയെ സ്വാധീനിച്ചത്. എന്നാൽ വിപണിയിൽ തേങ്ങയ്ക്കോ കൊപ്രയ്ക്കോ നിലവിൽ കാര്യമായ ക്ഷാമമില്ലെന്നാണ് ഒരു വിഭാഗം വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഓണവിപണി മുന്നിൽ കണ്ട് പൊതുമേഖലാ സ്ഥാപനമായ കേര ഫെഡ് വെളിച്ചെണ്ണ വില കുറച്ച് ഉപഭോക്താക്കൾക്ക് ആശ്വാസമേകിയിട്ടുണ്ട്. മുൻപ് ലിറ്ററിന് 332 രൂപയായിരുന്ന കേര വെളിച്ചെണ്ണയുടെ വില 299 രൂപയായും അര ലിറ്ററിൻ്റേത് 167 നിന്ന് 150, 151 രൂപയായും കേര ഫെഡ് കുറച്ചു. എന്നാൽ സ്വകാര്യ ബ്രാൻഡുകളിൽ പലതും വില കുറയ്ക്കാൻ തയ്യാറാകാതെ ശരാശരി 320 രൂപ മുതൽ 340 രൂപ വരെ നിരക്കിൽ വിപണനം തുടരുകയാണ്. മുൻ വർഷം ജൂലൈ മാസത്തിൽ കൊപ്ര വില 280-300 രൂപയിലേക്ക് കുതിച്ചതിനെ തുടർന്ന് വെളിച്ചെണ്ണ വില റെക്കോർഡ് തുകയായ 500 രൂപ കടന്നിരുന്നുവെങ്കിലും പിന്നീട് തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നാളികേര വരവ് കൂടിയതോടെയും കയറ്റുമതി കുറഞ്ഞതോടെയും വില സാധാരണ നിലയിലേക്ക് താഴ്ന്നിരുന്നു.
ഓണക്കാലം അടുത്തതോടെ വെളിച്ചെണ്ണ വില വർദ്ധിക്കുന്നത് വിപണിയിൽ ബാധിക്കാൻ സാധ്യതയേറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു. കൂത്താട്ടുകുളം കിഴക്കൊമ്പിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. വ്യാഴാഴ്ച പുലർച്ചെ 4:00-ഓടെയുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കനത്ത മഴയിൽ കൂത്താട്ടുകുളം കിഴക്കൊമ്പിൽ വീട് തകർന്നു. വ്യാഴാഴ്ച പുലർച്ചെ 4:00-ഓടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കിഴക്കൊമ്പിൽ വീട് തകർന്നത്. അപകട സമയം വീട്ടിലുണ്ടായിരുന്ന ചെല്ലമ്മ, മകൾ മഞ്ജു എന്നിവരുടെ ദേഹത്ത് ഓടും ഷീറ്റും ഉൾപ്പെടെയുള്ളവ പതിച്ച് പരിക്കേറ്റു. അപകട സമയം വീട്ടിലുണ്ടായിരുന്ന 11 വയസ്സുള്ള കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒരു 4:45 ആയപ്പോഴത്തേക്ക് സൗണ്ട് കേട്ടിട്ടാണ് അമ്മ അപ്പുറത്ത് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പത്തേക്കും കൊച്ചെഴുന്നേറ്റ് പോയി ലൈറ്റ് ഇടാൻ ചെന്നപ്പോഴത്തേക്കും ഞാൻ പാതിക്കാട്ടിലേന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഓടും തടി കഷ്ണവും എല്ലാം കൂടി ഉരുണ്ട് താഴോട്ട് വീണു. അമ്മ കൊച്ചിനെ പിടിക്കാനായിട്ട് കുനിഞ്ഞപ്പോഴാണ് അമ്മയുടെ തലയിലേക്ക് വീണത്. എനിക്ക് പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല, ഞാൻ അതിൻ്റെ അകത്ത് പെട്ടുപോയി. പിന്നെ അമ്മയുടെ ചേച്ചി വീട്ടിൽ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഇറങ്ങി വന്നിട്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇറക്കിയത്. അമ്മയുടെ തലയുടെ പുറകിലും പരിക്ക് പറ്റി, എൻ്റെ നെറുകൊന്ന് മുറിഞ്ഞു, തലയ്ക്ക് ചതവുമുണ്ട്. കൊച്ചിന് കാര്യമായിട്ടൊന്നും പറ്റില്ല. വീട്ടിൽ കുടുങ്ങിക്കിടന്ന ഇവരെ സമീപത്തുള്ള ബന്ധുക്കളെത്തിയാണ് പുറത്തെത്തിച്ചത്. വീട്ടിലെ ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും തകർന്നു. E1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. E1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 919846146786. പായിപ്ര കൈനിക്കരക്കാവ് ക്ഷേത്രത്തിന്റെ വഴിയിലും പരിസരത്തും കുന്നുകൂടി മാലിന്യം. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളും പ്രദേശവാസികളും മൂക്ക് പൊത്തിപ്പിടിച്ച് വേണം ഇതുവഴി കടന്നുപോകാൻ. പായിപ്ര കൈനിക്കരക്കാവ് ക്ഷേത്രത്തിന്റെ വഴിയിലും പരിസരത്തും മാലിന്യം കുന്നുകൂടുന്നത് ഭക്തർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളും പ്രദേശവാസികളും മൂക്ക് പൊത്തിപ്പിടിച്ചാണ് ഇതുവഴി കടന്നുപോകുന്നത്. പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ആരാധനാലയത്തിന് മുന്നിൽ ഇത്രയധികം മാലിന്യം കുന്നുകൂടിയിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൈനിക്കരക്കാവിന് മുന്നിലെയും പരിസരത്തെയും മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്ത് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ കുറ്റക്കാരെ കണ്ടെത്തി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മാലിന്യ നിക്ഷേപം പതിവാകുന്ന ഇത്തരം മേഖലകളിൽ മുൻഗണനാടിസ്ഥാനത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പഞ്ചായത്ത് അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ അൻഷാജ് തേനാലി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. മഴ പെയ്ത് മാലിന്യങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും പ്രദേശവാസികളിൽ ആശങ്ക പരത്തുന്നു. കോതമംഗലം റവന്യൂ ടവറിന് സമീപം വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന തണൽ മരങ്ങൾ അപകടക്കെണിയാകുന്നു. കാറ്റിൽ മരച്ചില്ലകളും മരങ്ങളും ഒടിഞ്ഞു വീഴുന്നതിനാൽ ടവറങ്കണത്തിലെത്തുന്നവർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായിരിക്കുകയാണ്. ദിവസവും നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പ്രധാന കേന്ദ്രമാണ് കോതമംഗലം റവന്യൂ ടവർ. എന്നാൽ ടവർ പരിസരത്ത് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നവർക്ക് ആശങ്കയാകുന്നത്. കാറ്റ് ശക്തമാകുമ്പോൾ മരങ്ങളുടെ വലിയ കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ടവർ അങ്കണത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണതും ആശങ്ക വർദ്ധിപ്പിച്ചു. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആളപായമുണ്ടായില്ല. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളും കൊമ്പുകളും പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ടവറിലെത്തുന്നവരുടെയും ആവശ്യം. പാഴ്മരങ്ങളെല്ലാം വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് മറിഞ്ഞടിക്കുന്ന ഭാരം തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതല്ല. എല്ലാ മരങ്ങളും വെട്ടിക്കളയുന്ന അതിൽ ഒരുപാട് യാത്രക്കാർ പോകുന്നതാണ്, ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരം വെട്ടി ഒഴിവാക്കിയില്ലെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഈ റവന്യൂ ടവറിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇത് വെട്ടിക്കളയേണ്ടത്. അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ഉണങ്ങിയ കൊമ്പുകളുമാണ് ടവർ പരിസരത്തുള്ളത്. ദിവസവും നിരവധി പേർ സഞ്ചരിക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായ സ്ഥലമായതിനാൽ മരങ്ങൾ വീണാൽ വലിയ അപകടത്തിനും സാധ്യതയേറെയാണ്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ചെറുവട്ടൂർ പായിപ്ര റോഡിൽ വ്യാപകമായി റോഡ് കയ്യേറ്റം നടന്നിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. റോഡിലേക്ക് ഇറക്കി നടത്തുന്ന കച്ചവടങ്ങളും അനധികൃത നിർമ്മാണങ്ങളും കാരണം കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. കയ്യേറ്റം തടയുന്നതിൽ പായിപ്ര പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും പൂർണ്ണമായി കണ്ണടക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. പായിപ്ര പഞ്ചായത്ത് പരിധിയിലുള്ള 3 കിലോമീറ്ററോളം പൊതുമരാമത്ത് പാതയിലാണ് കയ്യേറ്റം രൂക്ഷമായിട്ടുള്ളത്. പായിപ്ര കവല മുതൽ കൈനിക്കര ഭഗവതി ക്ഷേത്രത്തിന് എതിർവശം വഴിയും പായിപ്ര ഷാപ്പുംപടി വരെയുമുള്ള ഭാഗങ്ങളിലാണ് ഇരുവശങ്ങളിലും റോഡ് കയ്യേറി കച്ചവടങ്ങളും അനധികൃത താമസവും നടത്തുന്നത്. പൈനാപ്പിൾ കൃഷിക്ക് ആവശ്യമായ രാസവളങ്ങളുടെ അനിയന്ത്രിതമായ വിലവർധന നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടും യഥാസമയത്ത് വളങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും മന്ത്രി ടി സിദ്ദിഖിന് നിവേദനം നൽകി.
മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ, പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് നിവേദനം നൽകിയത്. ഫാക്ടം ബോക്സിന്റെ വിലവർധന ഉണ്ടായതും യൂറിയ പലപ്പോഴും സമയബന്ധിതമായി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നു. തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും മൂവാറ്റുപുഴ നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ 1000 വീടുകളിൽ നിന്ന് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ബോധവത്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വിവരശേഖരണത്തിനുള്ള ഫോറം വോളണ്ടിയർമാരായ സയൻ നിഷാദിനും MS അശ്വതിക്കും കൈമാറി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടി പുത്തൻപുരയ്ക്കൽ PV ജോസ് 78 നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 11-ന് ഈസ്റ്റ് മാറാടി സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ. ഭാര്യ ത്രേസ്യ ജോസ്, മരുദിനാൽ കുടുംബാംഗം. മക്കൾ ജോസ്ന ജോസ്, അരുൺ ജോസ്. മരുമക്കൾ പരേതനായ പ്രതീഷ് അലക്സാണ്ടർ, മരിയ ജോർജ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.